ഗുരു പരമ്പരകളുടെ കടാക്ഷം പൂർണ്ണമായുമുള്ള ഒരു സ്ഥലമാണ് ഈ തലവിൽ ദൈവത്താർ മഹാവിഷ്ണു ക്ഷേത്രം. സിദ്ധ ഋഷി പരമ്പരകൾ അവരാരാധന നടത്തിയിരുന്ന വൈഷ്ണവ ക്ഷേത്രം. ശ്രേഷ്ഠ സന്യാസിമാർ തപസ് ചെയ്യുന്ന ഭൂമികളെയാണ് മുനിയറകൾ എന്ന് പറയുന്നത്. ശിലായുഗ സംസ്കാര കാലത്താണ് ഈ മുനിയറകളുടെ നിർമ്മാണവും കാര്യങ്ങളും ഉണ്ടായത്. നമുക്ക് കിട്ടിയ ഗൈഡൻസ് പ്രകാരം പുരാതന കാലത്ത് സിദ്ധ ഋഷി പരമ്പരകൾ ആരാധന നടത്തി സമാധിയായ സ്ഥലത്ത് അവർ ആ സിദ്ധ പരമ്പരകൾ ഋഷി പരമ്പരകൾ ആരാധന നടത്തിയിരുന്ന വിഷ്ണു ആയിരുന്നു ഇപ്പോൾ പ്രതിഷ്ഠ നടത്തിയത്. ഏകദേശം 7ഓളം മുനിയറകൾ ക്ഷേത്രത്തിൻ്റെ പരിസരത്തുണ്ട്. ക്ഷേത്രത്തിൻ്റെ കിഴക്കുവശത്ത് തന്നെ കുറച്ചല്പം ദൂരെയായിട്ട് ഉച്ചയ്ക്ക് 2 മണിക്കാണ് ഈ മണിനാഥം കേട്ടത്, പൂജ ചെയ്യുന്ന മണി മുട്ടുന്നത്. വേണ്ടി ആദ്യം മണി മുട്ടുന്നത് കേട്ടു, രണ്ടാമത് ധരിച്ചു അടുത്ത എവിടെയെങ്കിലും കുട്ടികൾ സൈക്കിളായിട്ട് കൊണ്ടുവന്ന് വന്നതാണ്. പക്ഷെ അതുമല്ല, മൂന്നാമത് വീണ്ടും തെളിയിച്ചു വന്നു. നമ്മളെല്ലാവരും ഓടി വന്ന് നോക്കിയപ്പോൾ ബാലാലയ അടച്ചിട്ടുള്ളത്. ഈ ക്ഷേത്രഭൂമിയിൽ എത്തിയപ്പോഴാണ് ഈ ക്ഷേത്രത്തിന്റെ പ്രാധാന്യം, അതുപോലെ ആത്മീയമായി ഉണർന്നു നിൽക്കുന്ന ജീവസമാധികൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രദേശത്തേക്കാണ് നമ്മൾ എത്തിയതെന്ന് മനസ്സിലാക്കിയത്. നിമിത്തങ്ങളിൽ, നിയോഗങ്ങളിൽ വിശ്വാസമുണ്ടോ? തീർച്ചയായിട്ടും എനിക്ക് വിശ്വാസമാണ്. ഓരോന്നും ഓരോ നിമിത്തമാണ്, നിയോഗമാണ്. സംഭവിക്കേണ്ടത് സംഭവിക്കേണ്ട സമയത്ത് സംഭവിക്കുക തന്നെ ചെയ്യും. ഇപ്പോൾ എന്താണ് ഇങ്ങനെ പറയാൻ കാരണമെന്നല്ലേ? കണ്ണൂർ ജില്ലയിലെ ഒരു ക്ഷേത്രത്തിലാണ് നിൽക്കുന്നത്, തലവിൽ മഹാവിഷ്ണു ക്ഷേത്രം. ഇവിടെ 2 തലവിലുണ്ട്. അതിൽ ഒന്ന് പറശ്ശിനിക്കടവ്, തളിപ്പറമ്പ് ആ ഭാഗത്തുള്ളതാണ്. ആ തലവിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. തലവിൽ മഹാവിഷ്ണു ക്ഷേത്രം എന്നൊരു ക്ഷേത്രം പുരാതനമായിട്ട് ഇവിടെയുണ്ട് എന്നും ഈ ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടക്കുകയാണെന്നും ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ശ്രീ അർജുൻ എന്നെ വിളിച്ച് പറയുന്നത് 2021 ആ കാലം മുതൽ ഈ കാലം വരെ തീർച്ചയായിട്ടും ഈ ക്ഷേത്രം വന്ന് കാണണമെന്നും ഇതിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളിൽ പങ്കുചേരണമെന്നും ആഗ്രഹിച്ചിരുന്നുവെങ്കിലും എന്തുകൊണ്ടോ സാധിച്ചതേയില്ല. ഓരോ തവണ ഇവിടെ വരുമ്പോഴും ആഗ്രഹിക്കും. കൊട്ടിയൂർ യാത്ര വരുമ്പോഴൊക്കെ അർജുൻ വിളിക്കാറുണ്ട്. കഴിഞ്ഞ തവണ വരണമെന്ന് തീർച്ചപ്പെടുത്തി അങ്ങനെ തലവിൽ ക്ഷേത്രം അന്വേഷിച്ച് നമ്മൾ ഗൂഗിൾ മാപ്പിട്ട് തലവിൽ ക്ഷേത്രത്തിലെത്തി. പക്ഷേ എത്തിയത് നേരത്തെ പറഞ്ഞ കണ്ണൂർ നഗരപ്രദേശത്തുള്ള തലവിലാണ്. അങ്ങനെ ആ തവണയും അത് മുടങ്ങിയപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇവിടേക്ക് വരാനേ പറ്റുന്നില്ലല്ലോ എന്ന്. ഏതായാലും ഇത്തവണത്തെ 2ാമത്തെ കൊട്ടിയൂർ യാത്രയുടെ സമയത്ത് പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രത്തിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി വരാനുള്ള അവസരം കിട്ടിയപ്പോൾ എന്നാലൊന്ന് ശ്രമിച്ചു നോക്കാമെന്ന് തീരുമാനിച്ച് ഇവിടേക്ക് വന്നാണ്. ശരിക്കും ഗ്രാമവഴികളിലൂടെ ഒന്ന് കഷ്ടപ്പെട്ട് തന്നെ ഇവിടേക്ക് അന്വേഷിച്ച് തന്നെ വരണം. ശ്രമിച്ചാൽ മാത്രമേ ഇവിടെ എത്തുള്ളൂ. അതിന് നല്ലൊരു പരിശ്രമം നമ്മുടെ ഭാഗത്ത് ഉണ്ടാവണം. അങ്ങനെ ഒരു തലവിൽ മഹാവിഷ്ണു ക്ഷേത്രത്തിലെത്തുകയാണ്. ഈ ക്ഷേത്രഭൂമിയിൽ എത്തിയപ്പോഴാണ് ഈ ക്ഷേത്രത്തിൻ്റെ പ്രാധാന്യം, അതിൻ്റെ എത്രമാത്രം ചരിത്ര പ്രാധാന്യമുള്ള, അതുപോലെ ആത്മീയമായി ഉണർന്നു നിൽക്കുന്ന ജീവസമാധികൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രദേശത്തേക്കാണ് നമ്മൾ എത്തിയതെന്ന് മനസ്സിലാക്കിയത്. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കണം ഇത്രയും സമയം കാത്തിരുത്ത് പല പരിശ്രമങ്ങൾ നടത്തിച്ച് ഒടുവിൽ ഇവിടേക്ക് എത്തിച്ചത്. തലവിൽ മഹാവിഷ്ണു ക്ഷേത്രം ഇപ്പോൾ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് ശേഷമുള്ള കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. പുതിയൊരു ക്ഷേത്രമാണ് കാണുന്നത്. എന്നാൽ ഇവിടുത്തെ ഐതിഹ്യങ്ങളും വിശ്വാസങ്ങളും ചിരപുരാതനമാണ്. അതറിയുവാൻ മോക്ഷയുടെ സംഘത്തിനൊപ്പം വന്ന യാത്രയാണിത്. തീർച്ചയായിട്ടും സുഹൃതികളായവരായിരിക്കണം ഇത്തവണ കൊട്ടിയൂരിൽ എല്ലാ തവണ യാത്രകളിൽ വരുന്ന ഓരോ തരം സുഹൃത്തിലാണ്. ഇത്തവണ വന്നവർക്ക് തലവിൽ മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്ക് എത്തുവാനുള്ള ഒരു നിയോഗമാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇവിടെ എത്തിയത്. അതിൽ തലവിൽ മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്ക് ഭക്തർ, അപ്പോൾ നമ്മൾ എല്ലാ ഭക്തരും എത്തുക എന്നുള്ളതാണല്ലോ നമ്മളുടെ പ്രാർത്ഥന. എന്ത് പ്രത്യേകതയാണ് ഈ ക്ഷേത്രത്തിലേക്ക് എത്തണം എന്നുള്ളത്? എന്താണ് പ്രാധാന്യമുള്ളതായി മാറുന്നത്? അതായത് ഒരു മനുഷ്യ ജീവിതത്തിൽ അവനെ എവിടെയും പൂർത്തീകരിക്കപ്പെടാൻ പറ്റാത്ത വഴികളിൽ ആ സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ടുള്ള ആ ജ്ഞാനം സ്വീകരിക്കുന്ന ഒരു സ്ഥലമാണിത്. നമുക്ക് എവിടെയും പരിഹരിക്കപ്പെടാത്ത പ്രശ്നങ്ങൾ നിരന്തരം ഒരു ജീവിതത്തിൽ ഒരു മനുഷ്യന് പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാവും. അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് നമ്മൾ പലതും തേടിപ്പോകും. പക്ഷെ ഒന്നും എവിടെയും പൂർണ്ണതയെത്തില്ല. പക്ഷേ ആ പൂർണ്ണതയ്ക്ക് വേണ്ടി അതിൻ്റെ യാഥാർത്ഥ്യം തിരിച്ചറിയാൻ ഗുരു പരമ്പരകളുടെ കടാക്ഷം പൂർണ്ണമായുമുള്ള ഒരു സ്ഥലമാണ് ഈ തലവിൽ ദൈവത്താർ മഹാവിഷ്ണു ക്ഷേത്രം. സിദ്ധ ഋഷി പരമ്പരകൾ അവരാരാധന നടത്തിയിരുന്ന വൈഷ്ണവ ക്ഷേത്രം, ഒരു മഹാശിവയോഗി പ്രതിഷ്ഠ നടത്തിയ സ്ഥലമാണ്. അങ്ങനെ അറിവിനായിട്ട് ഋഷിമാർ തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥലമാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതായത് ഋഷിമാർ തപസ്സിരുന്ന ഭൂമിയാണ്. മാത്രമല്ല ശിവയോഗിയാൽ പ്രതിഷ്ഠിതമായ വൈഷ്ണവ സാന്നിധ്യം അതാണ് ഇവിടെ നിലകൊള്ളുന്നത് എന്നുള്ളത് പ്രത്യേകതയാണ്. അതുകൊണ്ട് തന്നെ ജന്മദോഷങ്ങൾ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ് ഈ ക്ഷേത്രഭൂമി. അത് വെറുതെ നമ്മൾ പറയുന്നതല്ല. ഇവിടെ അതിന്റെ ദേവപ്രശ്ന വിധിപ്രകാരം അതുപോലെ തന്നെ ഒരുപാട് ഗുരുക്കന്മാരുടെ കടാക്ഷപ്രകാരം അവരൊക്കെ നിർദ്ദേശങ്ങൾ ലോകത്തിന്റെ തന്നെ പല കോണുകളിൽ നിന്നും ഇന്ത്യയുടെ പ്രത്യേകിച്ച് ബദ്രിനാഥ്, ഹരിദ്വാർ, ഋഷികേശി അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഉള്ള ഒരുപാട് സാധനങ്ങളുള്ള
ആത്മീയ ഗുരുക്കന്മാർ, ആത്മീയ അന്വേഷികൾ, അവരൊക്കെ അവരുടെ ധ്യാനത്തിലും അവരുടെ ഇൻഡ്യൂഷനിലൊക്കെ ഈ ക്ഷേത്രം തെളിഞ്ഞു വരികയും ഇതിൻ്റെ പ്രാധാന്യത്തിനെ കുറിച്ചിട്ടും ഈ മണ്ണിനെ കുറിച്ചിട്ടും ഒക്കെ വിലയിരുത്തപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പുസ്തകങ്ങൾ പോലും എഴുതിയിട്ടുണ്ടെങ്കിലും അത് പുറലോകത്തിലേക്ക് എത്തിക്കാനുള്ളൊരു സാധ്യത പോലും ഇല്ല. അതൊന്നും സമയമായിട്ടില്ല എന്നാണ് പറഞ്ഞത്. അങ്ങനെ കൃത്യമായിട്ട് ഗുരുവിൻ്റെ ഗൈഡൻസിലൂടെ കാര്യങ്ങളാണ് ഇവിടെ നടന്നു പോകുന്നതെല്ലാം. ഇപ്പൊ നമ്മൾ ഈ ക്ഷേത്രം നമ്മളിപ്പോ പുതിയ രീതിയിൽ ഗംഭീരമായിട്ട് ചതുർബാഹു വിഷ്ണു സ്വരൂപത്തെ കാണുന്നു. അതെ. എന്തായിരുന്നു അർജുൻ ഇവിടെ വരുമ്പോൾ ഉള്ള അവസ്ഥ? അർജുൻ പ്രവാസിയായിരുന്നല്ലോ. ഞാൻ പ്രവാസിയായിരുന്നു. ഞാൻ ഈ നാട്ടുകാരൻ തന്നെയായിരുന്നു. ക്ഷേത്രം അന്ന് ശ്രീകൃഷ്ണ ക്ഷേത്രം എന്നാണ് പറഞ്ഞറിഞ്ഞിരുന്നത്. പക്ഷേ ക്ഷേത്രത്തിന്റെ പൂർവ്വകാല ചരിത്രത്തിനെ കുറിച്ചിട്ടോ ഇതിന്റെ പഴമയെ കുറിച്ചിട്ടോ ആർക്കും അറിവില്ലായിരുന്നു. കാരണം ഒരു ജനപദത്തിന്റെ ഓർമ്മയിലൊന്നും ഈ ക്ഷേത്രത്തിന്റെ നല്ലൊരു അന്തരീക്ഷം കണ്ട ഓർമ്മയില്ല. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നിന്നൊരു മാറ്റം ഉണ്ടാവണം എന്നുള്ള ആ ഒരു ഭഗവാന്റെ ഒരു പ്രേരണ, ആ ഒരു ഗുരു പ്രേരണയാണ് നമ്മളിൽ ഈ ക്ഷേത്രം പുനരുദ്ധീകരിക്കണം എന്നുള്ള ഒരു ചിന്ത വന്നത്. ആ ചിന്ത വന്നതിന് ശേഷം ഞാൻ പ്രവാസ ആയിരുന്നു. ആ സമയത്തായിരുന്നു ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് ഒക്കെ ചെയ്തിരുന്നത്. അന്ന് അവിടുന്ന് കഴിയുന്ന രീതിയിലൊക്കെ കാര്യങ്ങൾ നിയന്ത്രിച്ചുവെങ്കിലും പിന്നീട് അവിടെ നമുക്ക് ജോലിയിൽ പോലും തുടരാൻ പറ്റാത്തൊരവസ്ഥയിലേക്കുള്ള ഒരു മാനസികാവസ്ഥ വരികയും തിരിച്ച് നാട്ടിലെത്തി ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം തന്നെ ഏറ്റെടുത്ത് ട്രസ്റ്റ് ഫോം ചെയ്തിട്ട് തുടങ്ങാനായിരുന്നു തീരുമാനം. അപ്പോഴും ചില പ്രയാസങ്ങൾ, കോവിഡ് പോലുള്ള മഹാമാരികളുടെ സമയത്ത് ഇതെങ്ങനെ മുന്നോട്ട് പോകുമെന്നുള്ളൊരു പ്രയാസത്തിലായിരുന്നു. അങ്ങനെയാണ് ഹിമാലയൻ യാത്രയും ആത്മീയ അന്വേഷണങ്ങളും ഒരുപാട് ആൾക്കാരെ കാണുകയും അവരുടെയൊക്കെ നിർദ്ദേശപ്രകാരം നമുക്കതിൻ്റെ അന്തസത്ത, ഇതിൻ്റെ ഉള്ളിലെ ഉൾക്കാമ്പ് മനസ്സിലായത്. പിന്നീട് ഈ രഹസ്യങ്ങൾ കയറിയുള്ള യാത്രകൾക്ക് ശേഷമാണ് ഇതിൻ്റെ ചൈതന്യ രഹസ്യത്തെക്കുറിച്ചിട്ടും ഈ ക്ഷേത്രം ഏത് രീതിയിലാണ് പുനരുദ്ധരിക്കപ്പെടേണ്ടതെന്നും അത് ഏത് കാഴ്ചപ്പാടോടു കൂടിയാണെന്നൊക്കെ പറഞ്ഞത്. പൂർണ്ണ സമർപ്പണമുള്ള ധനം മാത്രമേ ഇവിടുത്തെ സിദ്ധപരമ്പരകൾ ഇവിടെ സ്വീകരിച്ചിട്ടുള്ളൂ. മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്നൊക്കെ നമ്മൾ കാണുന്നതിൽ നിന്നൊക്കെ വിഭിന്നമായിട്ട് പേരിനോ പ്രശസ്തിക്കോ വേണ്ടിയിട്ടുള്ള സമർപ്പണങ്ങളൊന്നും തന്നെ ഈ ക്ഷേത്രത്തിൻ്റെ ജീർണോദ്ധാരണ പ്രവർത്തനങ്ങളിൽ 2021 മുതൽ 2024 വരെ ഈ നിമിഷം വരെയുള്ള ദിവസങ്ങളിൽ സ്വീകരിക്കപ്പെട്ടിട്ടില്ല എന്നാണ് മറ്റൊരു വസ്തുത. നമ്മൾ പല ദിക്കിലും കണ്ടിട്ടുണ്ട്. ഒരു കൊടിമരം സ്ഥാപിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു മണ്ഡപം സ്ഥാപിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ പേര് വെക്കുന്ന ഒരു രീതി. അത് ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണ പഞ്ചപ്രകാരങ്ങൾ എവിടെയും അത്തരത്തിലൊരു നാമമില്ല. പരിപൂർണമായിട്ട് ദേവനുള്ള സമർപ്പണം എന്ന വാക്കിൻ്റെ അന്വർത്ഥമാകുന്നൊരു സ്ഥലമാണ് ഈ ക്ഷേത്രം ഉണ്ടായിരുന്നത്. അത് ഇതിലേക്ക് സമർപ്പിച്ച ധനം അത്രയും ഈ ദേവന് എൻ്റെ സമർപ്പണം, എൻ്റെ പേരോ കാര്യങ്ങളോ ഒന്നും വേണ്ട എന്നുള്ള ഹൃദയശുദ്ധിയിൽ നിന്നുള്ള ധനസമർപ്പണമായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിച്ചതിലും വേഗത്തിൽ, സാധാരണ ഒരു നാട്ടിൻപുറത്ത് ഒരു ക്ഷേത്രം നിർമ്മിക്കുമ്പോൾ 5-10 വർഷങ്ങൾ എടുക്കാറുണ്ടെങ്കിലും 2021 ഡിസംബർ 17 ഷടാധര പ്രതിഷ്ഠ നടത്തി 2023 പൂർണ്ണ ആവുമ്പോഴേക്കും ഏകദേശം ശ്രീകോവിൽ, നമസ്കാര മണ്ഡപം, ചുറ്റമ്പലം, 4 ഉപദേവന്മാർ, ഇങ്ങനെയൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും പൂർത്തീകരിച്ചു തന്നു. അതും പൂർണ്ണമായും കരിങ്കല്ലിലാണ് നിർമ്മിച്ചത്. നമ്മുടെയൊക്കെ വിചാരത്തിൻ്റെ അപ്പുറത്തേക്ക് ഈശ്വരൻ ഗുരുകടാക്ഷത്തോടു കൂടി അത് ചെയ്തു തന്നു എന്നുള്ളതാണ് അതിൻ്റെ വസ്തുത. നമ്മൾ നിരവധി ക്ഷേത്രങ്ങളിൽ പോകുന്നുണ്ടല്ലോ. ഇവിടെ നമ്മൾ ആദ്യം കാണുമ്പോൾ പുതുതായിട്ടുള്ളൊരു ക്ഷേത്രം അങ്ങനെ തോന്നാം, നമസ്കാര മണ്ഡപം എല്ലാം പുതിയതാണ്. പക്ഷേ വിഗ്രഹങ്ങൾ അതിവിടെ മഹാവിഷ്ണുവിൻ്റെ ആയാലും അതുപോലെ ആദിശാസ്താവ് എന്നുള്ള ശാസ്താവിൻ്റെ ഒരു വിഗ്രഹമുണ്ട്, അന്നപൂർണേശ്വരിക്ക് സാന്നിധ്യമുണ്ട്. ഈ വിഗ്രഹങ്ങളൊക്കെ തന്നെ നമുക്കൊരു ചൈതന്യവത്തായ രൂപത്തിലാണ് കാണാനാകുന്നത്. അത് എടുത്തു പറയേണ്ടതാണ്. അപ്പോൾ ഒരു പുരാതനമായൊരു ഊർജ്ജം ഇവിടെ നിലനിൽക്കുന്നു എന്നുള്ളതിന് ഒന്നല്ല പല തെളിവുകളാണ് ഈ ക്ഷേത്രഭൂമിയിലുള്ളത്. തലവിൽ മഹാവിഷ്ണു ക്ഷേത്രത്തിന്റെ പ്രാധാന്യത്തെ, അത് യോഗശാസ്ത്രപ്രകാരമായാലും ധ്യാനത്തിന്റെ കൃതികളിലായാലും ഒക്കെ ആ ഒരു ക്ഷേത്രത്തിന് എത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന് വ്യക്തമാക്കി തരുവാൻ മറ്റു ചില കാഴ്ചകൾ കൂടി ഇവിടെയുണ്ട്. അത് മുനിയറകളാണ്. മുനിയറകൾ നമുക്കറിയാമല്ലോ, ശ്രേഷ്ഠ സന്യാസിമാർ തപസ് ചെയ്യുന്ന ഭൂമികളെയാണ് മുനിയറകൾ എന്ന് പറയുന്നത്. അത് ഒരു പ്രത്യേകമായി പ്രകൃതിയാൽ നിർമ്മിതമായ അറകളായിരിക്കും. ഇവിടെ തലവിൽ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഇങ്ങനെ നമുക്ക് മുനിയറയെ കാണാം. ഈ മുനിയറ ഇപ്പോൾ നമുക്ക് ഒരു നിർമ്മാണ രീതികൾ കാണാനാകുമെങ്കിലും അകത്തെ ഒരു ഗുഹ തന്നെയാണ്. അത് പ്രകൃതിയാൽ നിർമ്മിതമായി വന്നിരിക്കുന്ന ഗുഹയാണെന്ന് കാണാം. അവിടെ ദീപങ്ങൾ തെളിയിച്ചു വെച്ചിട്ടുണ്ട്. ഇതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുമ്പോൾ എന്താണ് മുനിയറകൾ, ഇത് എങ്ങനെ ഇവിടെ കണ്ടുപിടുത്തപ്പെട്ടു എന്നൊക്കെ അർജുൻ തന്നെ നമ്മളോട് പറയട്ടെ അല്ലേ. ശിലായുഗ സംസ്കാര കാലത്താണ് ഈ മുനിയറകളുടെ നിർമ്മാണവും കാര്യങ്ങളും ഉണ്ടായത്. പുരാതന കാലത്ത് സിദ്ധ ഋഷി പരമ്പരകൾ ധ്യാനത്തിനായി തിരഞ്ഞെടുക്കുകയും പിന്നീട് അവരുടെ ജീവസമാധിയുള്ള സ്ഥലങ്ങളാണ് മുനിയറകളെന്ന് വിശേഷിക്കപ്പെടുന്നത്. അങ്ങനെ നമുക്ക് കിട്ടിയ ഗൈഡൻസ് പ്രകാരം പുരാതന കാലത്ത് സിദ്ധ ഋഷി പരമ്പരകൾ ആരാധന നടത്തി സമാധിയായ സ്ഥലത്ത് അവർ ആ സിദ്ധ പരമ്പരകൾ, ഋഷി പരമ്പരകൾ ആരാധന നടത്തിയിരുന്ന
വിഷ്ണു ആയിരുന്നു ഇപ്പോൾ പ്രതിഷ്ഠ നടത്തിയത്. അങ്ങനെ മഹാശിവയോഗി പ്രതിഷ്ഠ നടത്തിയ വിഷ്ണു ക്ഷേത്രമാണ് ഇവിടെയുള്ളത്. അപ്പോൾ ആ ശിവയോഗിയുടെ സാന്നിധ്യം ഇപ്പോഴും ഇവിടെ നിറഞ്ഞു നിൽക്കുന്നത് ഭക്തർക്കും ഇതോടനുബന്ധിച്ച് നിൽക്കുന്നവർക്കും ഒക്കെ അതിൻ്റെ പ്രസൻസ് നമുക്ക് കിട്ടാറുണ്ട്. അങ്ങനെയുള്ള സമാധി സ്ഥലമാണ് ഈ മുനിയറകൾ. ഏകദേശം 7ഓളം മുനിയറകൾ ക്ഷേത്രത്തിൻ്റെ പരിസരത്തുണ്ട്. ഇതൊക്കെ ജീവസമാധികളാണ്. അപ്പോൾ അതിൻ്റെ മൺപാത്രങ്ങളും അതിൽ ഒരുപാട് പഴയ മൺപാത്രങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതൊക്കെ സൂക്ഷിച്ചു വെക്കാൻ പറ്റിയിരുന്നില്ല, കാരണം അതൊക്കെ നശിക്കപ്പെട്ട രീതിയിലായിരുന്നു കിട്ടിയത്. യോഗദണ്ഡ് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ. ഇന്ന് തലവിൽ മഹാവിഷ്ണു ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണത്തിൻ്റെ ഭാഗമായിട്ട് ഗുരുവിനെ സ്മരിച്ചുകൊണ്ട് ഈ മുനിയറിൽ ദീപം തെളിയിച്ചിട്ടാണ് ഞങ്ങൾ തുടങ്ങിയത്. ഇന്നും ശനിയാഴ്ച ദിവസം ഭഗവാനെ ഒരു ഗുരുപരമ്പരകൾക്കൊരു ഗുരുപൂജ എന്ന രീതിയിൽ ദീപം തെളിയിച്ചിട്ടാണ് ഇപ്പോഴും പോകുന്നത്. ആ ദീപമാണ് ഇന്ന് കാണുന്ന രീതിയിൽ ക്ഷേത്രത്തെ ഇത്രയും നല്ല രീതിയിൽ അഭിവൃദ്ധിപ്പെട്ട് കാണാനുള്ളൊരു കാഴ്ചക്ക് കൂടി സാക്ഷ്യം വഹിച്ചത്. ഇനി മറ്റൊരു കാര്യം പറയട്ടെ, എത്രയോ സ്ഥലങ്ങളിൽ പോകുവാനുള്ള ഒരു നിയോഗം നമുക്കുണ്ടായിട്ടുണ്ടല്ലോ. അതിൽ ഈ മുനിയറ ശരിക്കും തീർച്ചയായിട്ടും ആ ഗുരു പരമ്പരകളിൽപ്പെട്ടവരുടെ സാന്നിധ്യഭൂമി തന്നെയാണ് എന്ന്, സിദ്ധറുകളുടെ സാന്നിധ്യഭൂമിയാണ് എന്ന്. അതുമാത്രമല്ല, ആ ജ്ഞാനത്തെ, ദക്ഷിണാമൂർത്തിയിൽ നിന്ന് പകർന്നു കിട്ടിയ ജ്ഞാനത്തെ ഉപാസിക്കുന്നവരുടെ സാന്നിധ്യം ഇവിടെയുണ്ട് എന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. ധ്യാനത്തിൻ്റെ ഒരു പ്രത്യേക അന്തരീക്ഷം ഈ മുനിപ്പാറ ഒന്ന് കാണുമ്പോൾ, ആദ്യം കാണുമ്പോൾ തന്നെ ആ ഒരു തരംഗമാണ്, ആ ഒരു ചൈതന്യമാണ് നമ്മളിലേക്ക് എത്തുന്നത്. തലവിൽ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നമ്മൾ എത്തിയത് ഒരു നിയോഗം കൊണ്ടാണ്, അതൊരു നിമിത്തമാണ് എന്ന് ഇപ്പോൾ വ്യക്തമായി മനസ്സിലാകാം. ഇത്രയും പ്രാധാന്യമുള്ളൊരു ക്ഷേത്രഭൂമിയാണ് ഈ കാഴ്ചകൾ നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ടല്ലോ. എന്നാൽ ഈ ക്ഷേത്രം പുനരുദ്ധാരണ പ്രവർത്തനങ്ങളെല്ലാം കഴിഞ്ഞ് അതിൻ്റെ ഒരു ഗംഭീരമായ അവസ്ഥയിലാണ്. എന്നാൽ ഇനിയും മുന്നോട്ട് പോകുന്നതിന് ചില പ്രശ്നങ്ങൾ തീർച്ചയായിട്ടും ഉണ്ട്. നേരത്തെ പറയേണ്ടായി, പൂർണ്ണ സമർപ്പണം, മനസ്സറിഞ്ഞ് സമർപ്പിക്കുവാൻ തയ്യാറുള്ളവർ, അത് എൻ്റെ പേര് ഇന്നെടുത്ത് സമർപ്പിച്ചത് ഇന്ന രീതിയിൽ എഴുതി വരണമെന്നോ അങ്ങനെയൊക്കെ ഉള്ളവർ സമർപ്പിക്കുന്ന പണം ഇവിടെ സ്വീകരിക്കുന്നില്ല. ഭഗവത് സാന്നിധ്യം എന്നും ഉയർന്നു നിൽക്കണം, തേജസ്സോടുകൂടി നിൽക്കണം എന്നുള്ള ആ സമർപ്പണത്തോടുകൂടി ഈ ക്ഷേത്രവുമായി ബന്ധപ്പെടാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഇതൊരു മാർഗ്ഗമാണ്. ഇവിടേക്ക് അതിന് വേണ്ടുന്ന നിങ്ങളിവിടെ എത്തുക എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ തീരുമാനിച്ചാൽ എത്തില്ല കേട്ടോ, നമ്മൾ പരിശ്രമിച്ചാൽ എത്തില്ല. അത് യോഗിമാരുടെ അനുവാദം ലഭിക്കുക തന്നെ വേണം അല്ലേ? അങ്ങനെ പറയുന്നുണ്ടല്ലേ? തീർച്ചയായിട്ടും അങ്ങനെ പറയുന്നുണ്ട്. നമ്മളോട് ഈ കാര്യത്തിനെ കുറിച്ച് യാതൊരു മുൻവിധിയോടുകൂടി ഈ കാര്യത്തിൽ തീരുമാനങ്ങൾ എടുക്കേണ്ടെന്നാണ് പറഞ്ഞത്. യഥാസമയത്ത് വേണ്ട വിധത്തിലുള്ള നിർദ്ദേശങ്ങളും സാഹചര്യങ്ങളും പ്രകൃതി തന്നെ നമുക്ക് ഒരുക്കി തരും. നമ്മളായിട്ടൊരു തീരുമാനം, ഒരു നിശ്ചയം, ഇത് അങ്ങനെ വേണം, അത് ഇങ്ങനെ ആയിരിക്കും എന്നുള്ള രീതിയിലുള്ള ചിന്തകളൊന്നും വേണ്ടാന്ന് ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. ദേവന്റെ കാര്യത്തിന് കൃത്യമായ നിശ്ചയമുണ്ട്. നമ്മൾ കേവലം ഒരു അഭിനേതാക്കൾ മാത്രമാണ്. സ്ക്രിപ്റ്റും ഡയറക്ടറൊക്കെ ഈ പരമ്പരകളും പ്രകൃതിയും തന്നെ. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ നീങ്ങിക്കൊള്ളുക എന്ന് മാത്രമേ ഈ പുനരുദ്ധാരണ വശങ്ങളുള്ളൂ. അതുപോലെ ആഞ്ജനേയ സ്വാമി ജ്ഞാനത്തെ പ്രദാനം ചെയ്യുന്ന ചിരഞ്ജീവിയായ ആഞ്ജനേയ എന്നുള്ള ഭാവത്തിൽ കേരളത്തിൽ എവിടെയും തന്നെ ഇത്തരത്തിലുള്ള വിഗ്രഹം ഇല്ല എന്നാണ് തന്ത്രിവരം പറഞ്ഞു പറഞ്ഞത്. അതെ അതെ. ഒരു കൈയില് അഭയമുദ്രയില് ജ്ഞാനം സ്വീകരിച്ച് വലത് കൈ കൊണ്ട് അനുഗ്രഹ ഭാവത്തിലുള്ള ആഞ്ജനേയ സ്വാമിയാണ്. സിദ്ധാസനത്തിൽ ഇരുന്നിട്ടുള്ള ആഞ്ജനേയ സ്വാമിയാണ് ഉള്ളത്. അതും നമുക്ക് ഋഷികേശിൽ നിന്നും ഒക്കെയുള്ള നിർദ്ദേശങ്ങൾ തന്നത് കൂടാതെ ദേവഹിതത്തിലും തെളിഞ്ഞു വന്നു. പിന്നീട് സാന്നിധ്യമായിട്ട് വാനരന്മാർ ക്ഷേത്രത്തിലേക്ക് വരികയും തേങ്ങ പറിച്ചു കൊണ്ടുതരുന്ന ഒരു അവസ്ഥ പോലും ഉണ്ടായി. അപ്പോൾ അത്തരത്തിലുള്ള അനുഭവങ്ങൾ കൂടി ഇവിടെയുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് അനുഭവങ്ങൾ, വ്യത്യസ്തങ്ങളായ അനുഭവങ്ങൾ തുടക്കകാലം മുട്ടത്തെ നമുക്കുണ്ടായിരുന്നു. ക്ഷേത്രത്തിന്റെ കിണർ തന്നെയായിരുന്നു ഏറ്റവും വലിയ ഉദാഹരണം. വേഴാപ്പറമ്പ് ചിത്രമാന തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള പ്രഗത്ഭരായ വാസ്തുശില്പിമാരും ഒക്കെ വന്ന് അതിൻ്റെ നിർമ്മാണ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞു പോയതാണ്. പ്രയാസം ഉണ്ടാകുന്നു, വെള്ളം കിട്ടാനൊക്കെ ഒരു ബുദ്ധിമുട്ടൊക്കെ പറഞ്ഞതാണ്. ദേവപ്രശ്നത്തിന് പോലും അതിൽ വെള്ളം കിട്ടില്ല എന്ന് പറഞ്ഞതാണ്. അതുകൊണ്ട് നിങ്ങൾ അതിന് മെനക്കെടണ്ട എന്നാണ് പറഞ്ഞത്. അതായത് അതിനുവേണ്ടി ശ്രമം നടത്തണ്ട. പക്ഷെ നമുക്ക് സിദ്ധനിർദ്ദേശപ്രകാരം ആ കിണറിൽ പണി തുടങ്ങണം എന്ന് പറഞ്ഞു. ഞാനൊരു കാര്യം ഇടയ്ക്ക് ചോദിച്ചു, സിദ്ധനിർദ്ദേശം എന്ന് പറയുമ്പോൾ അത് എവിടെ നിന്നാണ്? നമുക്ക് ബദ്രിനാഥ് നിന്നാണ് ആദ്യമായി കിട്ടിയത്. പിന്നെ അതുമായി ബന്ധപ്പെട്ട് അവിടുന്ന് പരിചയപ്പെട്ട കുറെ ആത്മസുഹൃത്തുക്കൾ, അങ്ങനെയുള്ള ഒരുപാട് ഗുരുക്കന്മാർ, അവരുടെയൊക്കെ ഗൈഡൻസ്, അവർ തരുന്ന നിർദ്ദേശങ്ങൾ, കാര്യങ്ങളൊക്കെ എല്ലാം വളരെ കൃത്യമായിട്ട് തന്നെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും നമ്മൾ ആ ഒരു മാർഗത്തിൽ തന്നെയാണ് പോകുന്നത്. 3 കോലിൽ മണ്ണെടുത്ത് മാറ്റപ്പെടുമ്പോൾ നിങ്ങൾക്ക് വെള്ളത്തിന്റെ സാന്നിധ്യം തിരിച്ചറിയുന്നു. പിന്നീട് ആ മണ്ണെടുത്ത് മാറ്റി കഴിഞ്ഞാൽ അടുത്ത വശത്തിൽ പാറ കാണപ്പെടും. ആ പാറയിൽ നിന്നുള്ള ഓരോ ഉറവിയായിരിക്കും ആ ക്ഷേത്രത്തിലെ വെള്ളമെന്നും അത് പാലാഴിക്ക് സമമായിട്ടുള്ള വെള്ളമായിരിക്കും. ഒരുപാട് ഗുണങ്ങൾ ആ വെള്ളത്തിനുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. മനുഷ്യന്റെ മാറാ രോഗങ്ങൾക്ക് പോലും അത് ധന്വന്തരി മൂർത്തിയുടെ പ്രസാദമായിട്ട് നിങ്ങൾക്കതിനെ സ്വീകരിക്കപ്പെടാമെന്നും പറഞ്ഞിട്ടുണ്ട്. അതിന് ആചരണമാണ് ഇവിടെ വേണ്ടത്. സാധാരണ വഴിപാട് കഴിച്ച് ക്ഷേത്രത്തിന് വരുമാനം ഉണ്ടാക്കുന്ന മാർഗമല്ല. ഒരു ഭക്തൻ അവൻ്റെ വിഷമങ്ങൾ ഇവിടെ പറഞ്ഞ് അത് ആചരണമായിട്ട് ഭഗവാന്റെ മുമ്പിൽ പൂർണ്ണ സമർപ്പണം ചെയ്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ പ്രാർത്ഥനയ്ക്കൊരു ഫലം ഉണ്ടാവും. പക്ഷേ ഫലം ആഗ്രഹിച്ചിട്ടല്ല എങ്കിലും നമ്മുടെ വിഷയങ്ങൾ നമ്മൾ ഒരു ഡിബേറ്റ് ചെയ്യുന്നത് പോലെ നമുക്ക് തുറന്ന് സംസാരിച്ച് ആചരണത്തിലൂടെ ആ തീർത്ഥം സേവിച്ച് കഴിഞ്ഞാൽ അതിന് ഗുണമുണ്ടെന്നാണ്. പക്ഷേ അതിന് ഒരുപാട് അനുഭവസ്ഥരും ഇപ്പോഴുണ്ട്.
പിന്നെ ഇത് കൂടാതെ ഇവർക്ക് പലപ്പോഴും സിദ്ധர்கள் വന്ന് പൂജ ചെയ്യുന്നതിൻ്റെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. അതായത് ആരുമില്ലാത്ത സമയത്ത് മണിനാഥങ്ങൾ അതെ, ഇതിന്റെ തുടക്കഘട്ടത്തില് കോവിഡ് സമയത്ത് ഇനി എന്ത് ചെയ്യുമെന്നുള്ളൊരു വിഷമഘട്ടത്തിലായിരുന്നു. അങ്ങനെ ഞാൻ, സുരേന്ദ്ര മാഷ്, അദ്ദേഹത്തിന്റെ അമ്മ, അതുപോലെ നമ്മുടെ പ്രസിഡന്റ് കുഞ്ഞിക്കനാട്ട്, ഞങ്ങളൊക്കെ ഇങ്ങനെ ഇരുന്ന് ആവലാതി പറയുമായിരുന്നു. ഇത് ക്ഷേത്രം മുഴുവൻ പൊളിഞ്ഞു കിടക്കും, ഇത് പൊളിച്ച് മാറ്റം ചെയ്തു, ബാലാലയത്തിലേക്ക് മാറ്റി, ഇനി മുമ്പോട്ട് എങ്ങനെ പോകും എന്നൊക്കെയുള്ള പ്രയാസം. അങ്ങനെ ക്ഷേത്രത്തിന്റെ കിഴക്ക് വശത്ത് തന്നെ കുറച്ചല്പ ദൂരെയായിട്ട് ഉച്ചയ്ക്ക് 2 മണിക്കാണ് ഈ മണിനാഥം കേട്ടത്, പൂജ ചെയ്യുന്ന മണി മുട്ടുന്നത്. നമ്മുടെ ശിവക്ഷേത്രത്തിലെ മേൽശാന്തിയായിരുന്നവിടെ പരികർമ്മയിൽ കുറേ കാലം ചെയ്തത്, അദ്ദേഹം പൂജ ചെയ്യുന്നതാണെന്നാണ് വിചാരിച്ചത്. പക്ഷേ 2 മണിക്ക് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം അങ്ങനെ എന്താണ് സംഭവം എന്ന് അറിയാൻ വേണ്ടി ആദ്യം മണി മുട്ടുന്നത് കേട്ടു, രണ്ടാമത് ധരിച്ചു അടുത്തെവിടെയെങ്കിലും കുട്ടികൾ സൈക്കിളായിട്ട് കൊണ്ടുവന്ന് വന്നതാണ്. പക്ഷെ അതുമല്ല, മൂന്നാമത് വീണ്ടും തെളിയിച്ചു വന്നു. നമ്മളെല്ലാവരും ഓടി വന്ന് നോക്കിയപ്പോൾ ബാലാലയം അടച്ചിട്ടുള്ളത്. അപ്പോൾ തന്നെ നമുക്ക് നിർദ്ദേശം തരുന്ന ഗുരുക്കന്മാരെ അവർക്ക് നമ്മൾ കോൺടാക്ട് ചെയ്തു, ഇങ്ങനൊരു അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, നിങ്ങൾ ധൈര്യമായി മുന്നോട്ട് പോയിക്കോളൂ, അത് അവിടെ സൂക്ഷ്മതലത്തിൽ ഋഷിമാർ പൂജ ചെയ്യുന്നതാണ്, നിങ്ങളുടെ ആ ആവലാദികളൊക്കെ അവിടെ കാണുന്നുണ്ട്. അപ്പോൾ ആ മണിയുടെ ശബ്ദം നിങ്ങൾക്ക് പൂജ ചെയ്യുന്നതായിട്ട് തോന്നിയത് നല്ല ലക്ഷണമാണ്, നിങ്ങളെ വിചാരിക്കുന്ന ആ ചിന്ത അത് നിങ്ങൾക്ക് പൂർണ്ണതയിലെത്തിക്കാൻ സാധിക്കുന്നവർ. അപ്പോൾ അത് അന്വർത്ഥമായി. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിയോഗമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അതിനുള്ള യോഗമുണ്ടെങ്കിൽ തലവിൽ ക്ഷേത്രത്തിലേക്ക് എത്താൻ ശ്രമിക്കുക, ഇവിടുത്തെ പൂജാതി കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കാൻ ശ്രമിക്കുക. അർജുൻ നിങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ നിർദ്ദേശങ്ങളും നൽകുക. അർജുൻ്റെ ഫോൺ നമ്പർ കൂടി ഒന്ന് പറഞ്ഞോളൂ. തീർച്ചയായും ക്ഷേത്രം സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾക്കും അതിൻ്റെ ഭാവി കാര്യങ്ങൾക്കും, ഇനിയിപ്പോൾ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളായാലും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ക്ഷേത്ര തിരുമുറ്റ നിർമ്മാണം, ക്ഷേത്ര ഗോപുര നിർമ്മാണം, അതൊക്കെ പ്രാധാന്യമുണ്ടെന്നാണ് പറഞ്ഞത്. ഒരു മനുഷ്യരാശിയിലെ നവഗ്രഹ ദോഷങ്ങൾ പൂർണ്ണമായി മാറാൻ വേണ്ടി 21 ദിവസം ഈ ക്ഷേത്ര ഗോപുരവാതിൽ നടന്ന് നമ്മുടെ മറികടന്ന്, അതായത് കവച വെച്ച് പ്രദക്ഷിണം ചെയ്ത് തിരിച്ചു വന്ന് അങ്ങനെ 21 ദിവസം കണ്ടിന്യൂ ഗോപുരവാതിൽ കടന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു മനുഷ്യരാശിയിലെ നവഗ്രഹ ദോഷങ്ങൾക്ക് പൂർണ്ണ പരിഹാരം ഉണ്ടാകുന്ന പറയുന്നു. അപ്പോൾ ആ രീതിയിലായിരിക്കും ആ ഗോപുര നിർമ്മാണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പ്ലാനും കാര്യങ്ങളൊന്നും തയ്യാറായിട്ടൊന്നുമില്ല, എങ്കിലും എപ്പോഴാണോ അതിൻ്റെ സമയം ആ സമയത്ത് അത് പൂർത്തിയാവുന്ന വിശ്വാസത്തിലാണ്. ക്ഷേത്രത്തിലേക്കുള്ള ഇപ്പോൾ മൊബൈൽ നമ്പർ പെർമനന്റ് ആയിട്ട് ക്ഷേത്രത്തിന് അഡ്രസ്സ് ആയിട്ടില്ല. ഇപ്പോൾ ചെയർമാൻ എന്നുള്ള നിലയിൽ എൻ്റെ നമ്പറാണ് കൊടുക്കുന്നത്. നമ്പർ വേണമെങ്കിൽ നോട്ട് ചെയ്യാം: 8848453948. അതുപോലെ 62 38 026 189. ഇതാണ് മൊബൈൽ നമ്പർ. ഈ 2 മൊബൈൽ നമ്പറാണ് ഉള്ളത്. തീർച്ചയായിട്ടും ശ്രദ്ധിച്ചോളൂ. ഈ ഒരു ക്ഷേത്രം ശരിക്കും അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്, പ്രത്യേകതയുള്ള ക്ഷേത്രമാണ്. ഓരോ വിഗ്രഹങ്ങളും നമുക്ക് ദർശിക്കുമ്പോൾ അത്രയ്ക്ക് പ്രത്യേകത തോന്നുന്നുണ്ട്. ഒരു കടുത്ത വേനൽ, നല്ലോണം മഴ പെയ്ത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് നല്ലോണം വെയിൽ തെളിഞ്ഞ് നിൽക്കുന്ന സമയത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അതും സിദ്ധന്മാരുടെ അനുഗ്രഹമായി കരുതിക്കൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത്. തീർച്ചയായിട്ടും തലവിൽ ക്ഷേത്രത്തിൽ ഒരിക്കലെങ്കിലും ഒന്ന് വന്നു നോക്കി ഈ പ്രത്യേകതകൾ നിങ്ങൾ ഉള്ളറിഞ്ഞതിന് ശേഷം മാത്രം ക്ഷേത്രത്തിനോടൊപ്പം നിൽക്കുക. Moksha, Journey to the Self.